അപ്പോൾ നമ്മുടെ യാത്ര ഇന്നത്തെ എവിടെ എത്തിയെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ഗൂഡല്ലൂർ കഴിഞ്ഞ് ഗൂഡല്ലൂരിൽ നിന്ന് ഇപ്പോൾ ഒരു 5 കിലോമീറ്റർ ഒക്കെ പോകുന്നത്. ഇവിടെ ഞങ്ങൾ പോണത് നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. നീഡിൽ റോക്ക് അവിടേക്കാണ് പോയി കൊടുക്കുന്നത്. ഏകദേശം ഗൂഡല്ലൂരിൽ നിന്ന് 7 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം എത്താനായി തോന്നുന്നുണ്ട്. ഹൈവേ ആണിത്. നമ്മളെ കേരള ബസ്സുകളൊക്കെ അങ്ങനെ കാണാം ഇടയ്ക്ക് നിലമ്പൂർക്കൊക്കെ പോണത്. നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമായപ്പോൾ കണ്ടപ്പോൾ നിർത്തിയതാ. ബാഗ് അടച്ചു കുരങ്ങന്മാരുണ്ട്. കുരങ്ങന്മാർ കുറേ ഉണ്ട്. ബാഗ് അടച്ചാലേ ഞാനേ ബാഗൊന്നും എടുക്കാം. ഇത് ഞാൻ കുറച്ച് മുന്നേ ബാഗ് എടുക്കാൻ പോയത് തന്നെ. അപ്പോൾ ഇത് ഊട്ടിയിലേക്ക് പോണ റൂട്ടാണ്. ഊട്ടിയിലേക്ക് പോണ ഗൂഡല്ലൂർക്ക് കുറച്ചും പോന്നാൽ മതി. അടിപൊളി സ്ഥലമാണ് അത്. ഇവിടെ നോക്കാം. ഇവിടെ ഈ റൂട്ടിൽ നല്ല തമിഴ്നാട് നമ്മുടെ നാടുകാണിയിൽ കയറിയാൽ തന്നെ വെള്ളം കിട്ടാൻ ഭയങ്കര പാടാണ്. ആ വലിയ ക്യാനല്ലേ, 5 കുപ്പീൻ്റെ ക്യാൻ, 5 ലിറ്ററിൻ്റെ ക്യാന് അതേ കിട്ടുള്ളൂ. അത് കിട്ടുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ബൈക്കിന് പോരുന്നുണ്ടേ 5 ലിറ്റർ വെള്ളമൊക്കെ അല്ലെങ്കിൽ ആ ഇത്രയും വലിയ സാധനമൊക്കെ കൊണ്ടെടുക്കാൻ ഭയങ്കര പാടല്ലേ. ഉള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നാടുകാണിയിൽ കയറിയപ്പോൾ തന്നെ ഒഴിവാക്കി. ബോട്ടിൽ അലൗഡ് അല്ല. ഇടയ്ക്ക് ഇങ്ങനെ സേനപ്പും മറ്റേ വാങ്ങി കുടിക്കാൻ നമുക്കൊരു ഫ്രഷ് വെള്ളം കിട്ടാനാവും ചിലപ്പോൾ. നമുക്കൊരു ഇപ്പം സത്യം പറഞ്ഞാൽ അതിൻ്റെ ആഗ്രഹം, പക്ഷേ കിട്ടാനില്ല. ഇതൊരു ചോല പോലത്തെ ഒരു സ്ഥലമാകും അല്ലേ. നല്ല വെള്ളം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴും കുറെയൊക്കെ അവിടെ ഇവിടെ ആയിട്ട് കുരങ്ങന്മാരുണ്ടല്ലോടാ. ഞങ്ങളുടെ യാത്ര വീണ്ടും തുടരുകയാണ്. നീഡിൽ റോക്ക് വ്യൂവിലേക്ക് ഞങ്ങൾ ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ആൾക്കാരുണ്ടോ നമ്മളെ കേരളത്തിൽ നിന്ന് വന്നവർ ഒരുപാട് പേരുണ്ട്. ബാക്കിലൊക്കെ ഒരുപാട് വണ്ടി നിർത്തിയിട്ടുണ്ട്. നമ്മൾ വയനാട് പോകുമ്പോൾ ചുരല്ലേ വണ്ടി എടുത്തുമല്ലോ, അന്ന പോലെ തന്നെ സൈഡിൽ ഇങ്ങനെ കുറെ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ വ്യൂ ഒന്നും ഇല്ല കേട്ടോ. യാത്രകൾ തുടങ്ങാണ്. ബാക്കി അവിടെ എത്തിയിട്ട് കാണാം. പിന്നെ ഇവിടെ കാണാം പ്ലാസ്റ്റിക് ബോട്ടിൽ 1000 രൂപ ഫൈന്. 10 രൂപേന്റെ 25 രൂപേന്റെ ഒരു വെള്ളം 5 ലിറ്ററിന്റെ ക്യാൻ്റെ ബോട്ടിലുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതാണ് സ്ഥിതി. അത് ഭയങ്കര സീനാ. ചിലപ്പോൾ ഇപ്പം ഞങ്ങൾ വരുമ്പോൾ ഇതുവരെയായിട്ട് ഞങ്ങൾ ചോദിക്കുകയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ എങ്കിൽ എങ്ങാനും പിടിച്ചാൽ നടത്തി കഴിഞ്ഞാൽ 1000 രൂപ. അതിങ്ങനെ തുരുതുരാ ബോർഡുണ്ട്, എല്ലായിടത്തും ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഷോപ്പുകളിൽ കിട്ടാനും ഇല്ല. അതും തന്നെ എല്ലാ ഷോപ്പുകളിലും ഇല്ലേ ചെറിയ ബോട്ടില്. അത് അവിടെ നിന്ന് തന്നെ കുടിച്ച് അവിടെ തന്നെ വയ്ക്കണം. പിന്നെ നമുക്ക് ക്യാരി ചെയ്ത് അല്ലില്ല, അത് അവിടെ നിന്ന് ചേച്ചി പറഞ്ഞു ക്യാരി ചെയ്ത് പോവാനുള്ളത് 5 ലിറ്റർ. അത് ബൈക്കിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പൊ നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടുത്തെ വ്യൂ. നല്ല രസമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കയറിക്കൊണ്ടേ നിൽക്കുകയാണ്. അയ്യോ, റോഡൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ നാടുകാണിയിൽ നിന്ന് കയറി തമിഴ്നാട്ടിലേക്ക് കടക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ജമ്മത്ത് വല്ലാത്തൊരു വ്യൂ ആണ് കേട്ടോ. ഇതെന്ത് മരം മുന്നോ പൈൻമര തോന്നുന്നുണ്ട്. എന്താ വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി അടിപൊളി എന്നൊക്കെ സൂപ്പർ. ഞാൻ ആദ്യമായിട്ട് കാണാം ഇങ്ങനത്തെ വ്യൂ പോയിന്റ് എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ടിക്കറ്റ് ഉണ്ട് കേട്ടോ. അതായത് നമ്മളിവിടെ ബൈക്ക് നിർത്തിയിട്ട് ഒരു 800 മീറ്റർ അങ്ങോട്ട് നടക്കാണ്ട്. ഒരാൾക്ക് 20 രൂപ 40 രൂപ. വാ പോയിക്കലോ. വാ, ഇപ്പം 3 മണിയായി. ഒരു 4 മണിക്കെങ്കിലും ഇവിടുന്ന് ഇറങ്ങണം. എന്നാലും നാടുക്ക് ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ എത്തുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 800 മീറ്റർ പറഞ്ഞത് കയറ്റാണ് അല്ലേ. ഒരു വേണ്ട അതിലൂടെ നടന്ന് പോയാൽ മതി. ടിക്കറ്റ് ചാർജ് ഒന്നുമില്ല കേട്ടോ. ടിക്കറ്റ് ചാർജ് 20 രൂപയുള്ളൂ. ഫുള്ള് ഒഴിഞ്ഞു കൊടുക്കണ ഒരു മൊട്ടക്കുന്ന് അല്ലേ. ഹരിതാബ അവിടെ ഉണ്ട്. പിന്നെ പറഞ്ഞത് ഹരിതാബേന്റെ സീസൺ ഒന്നും അല്ലല്ലോ, വെയിലിന്റെ കാലല്ലേ. സംഭവം നല്ല വ്യൂസ് ഉണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ക്യാമറ കൊണ്ടാൻ പറ്റാതെ നഷ്ടമായി പോയി. നല്ല സീനറി പോലെ ഒരുപാട് സ്ഥലം. ഒന്നാമത് ഞാൻ കൊണ്ടാഞ്ഞേ. എന്നാലും ഞങ്ങൾ നിലമ്പൂർ ഭാഗത്ത് ക്യാമറ കൊണ്ടുപോയി. ഒരു അന്നൊന്ന് നല്ലൊരു
പക്ഷെ ഇത് നേരെ തിരിച്ചായി പോയിട്ടോ. നേരെ തിരിച്ചായി നമുക്ക് ഇത് മൊബൈൽ എടുത്തോണ്ട് നഷ്ടമായി പോയി. ക്യാമറ എടുക്കായിരുന്നു, നഷ്ടബോധം. അപ്പോൾ ഇനി വരുന്നവരൊക്കെ കണ്ട് തന്നെ ക്യാമറ കണ്ട കയ്യിലേക്കാ. നല്ല അടിപൊളി വ്യൂസും നല്ല ഫോട്ടോ ഒക്കെ കിട്ടും അല്ലേ. എങ്ങനെയുണ്ട്? അടിപൊളിയാട്ടാ. ഈ റോക്കിന്റെ അടുത്തേക്കുള്ളൊരു പാത ഉണ്ട്. നമ്മൾ കുറച്ച് ദൂരം നടന്നു വന്ന് പിന്നെ അങ്ങോട്ട് കാണും. നല്ല അടിപൊളി. എനിക്ക് തോന്നുന്നു അവിടെ ഗൂഡല്ലൂർ ടൗൺ മുഴുവൻ കാണാം. അജാതി വ്യൂ ആണ്. ഇതാട്ടാ ഗൂഡല്ലൂർ ടൗണാ തോന്നുന്നത്. അത് കണ്ടിട്ട് അറിയില്ല കേട്ടോ, ഞാനൊരു ഊഹത്തിനാണ് പറഞ്ഞതാണ്. ഇത് വീഡിയോയിൽ കാണുമ്പോൾ എത്രമാത്രം ഭംഗിയുണ്ടെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഇത് നേരിട്ട് വന്നുകാണ്ടൊന്ന് നമ്മുടെ കണ്ണിട്ടുള്ള കാഴ്ചയിൽ ഒറ്റ ദിവസം കൊണ്ട് പോയി തരാം. അതാണ് മലപ്പുറം കോഴിക്കോടുള്ളവർക്കൊക്കെ ഒറ്റ ദിവസം കൊണ്ട് പോയി തരാം. അതെ, നല്ല ഭംഗിയാ. രണ്ട് സൈഡിലും ഒരു അങ്ങേ ഭാഗം ഇങ്ങേ ഭാഗം അതിന്റെ നടുവ് കൂടി ഒരു പാത ഉണ്ട്. അതാണ് വ്യൂ അല്ലേ. ഞാൻ കാണിച്ചേരേ അതിന്റെ ഒരു അവിടെ നോക്കാ നോക്ക ഇങ്ങോട്ട് കാണിച്ചെടുത്താ. ഫൈനൽ ഇവിടെ എത്തി. 800 മീറ്റർ. അടിപൊളി. എന്താ ട്രിപ്പ് പോയത് സത്യം പറഞ്ഞാല് ഇതാണ്. ഈ ഒരു ലൊക്കേഷനിൽ എത്തിയതാണ് ഏറ്റവും ലാഭം അല്ലേ, ഏറ്റവും മുതലായി പോയത്. നീഡൽ റോക്കിന്റെ ടോപ്പിലെത്തിയാലുള്ള ഒരു വ്യൂ പോയിന്റിന്റെ സ്ഥലമാണിത്. നമുക്ക് ഇവിടുത്തെ ഒരു പ്രത്യേകം എന്താ വെച്ചാൽ ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി കഴിഞ്ഞാൽ നമുക്കൊരു 360 ഡിഗ്രി കോണളവിൽ കാഴ്ചകൾ കാണാനുള്ളതാണ് ഏറ്റവും ടോപ്പിൽ. കാരണം എന്താ വെച്ചാൽ ഇതൊരു മലയുടെ ഏറ്റവും അറ്റത്തായിട്ട് സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് അതിനൊരു വ്യൂ പോയിന്റ് തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് എല്ലാ വട്ടത്തിൽ, അതായത് നടന്നുകാണ്ട് എല്ലാ ഭാഗം കാണുന്ന രൂപത്തിലാണ് ഇത് റെഡിയാക്കിയിട്ടുള്ളത്. നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ ഇവിടെ നിന്നാൽ. അപ്പൊ ഞങ്ങള് ഒരുപാട് ഫോട്ടോ എടുത്തു. ഫോട്ടോസ് ഇവിടെ കുറച്ച് ടീം ഉണ്ടായിരുന്നു, അവരെ കൊണ്ട് എടുപ്പിച്ചു. നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടി. സൂപ്പർ. അതെ അതെ ശരിക്കും. അയ്യോ നല്ല ഹാപ്പി. ഒന്നാമത് നമുക്ക് ഫോട്ടോസ് കിട്ടി. നല്ല കാഴ്ചകളാട്ടോ, നല്ല നല്ല കാഴ്ചകൾ. പിന്നെ പറഞ്ഞാൽ നല്ല തിരക്കുമില്ല. അതാ വലിയൊരു ഇതില്ലേ. മറ്റേ നമ്മൾ ഇങ്ങനത്തെ സ്ഥലം ഇപ്പൊ നമ്മള് കഴിഞ്ഞ തവണ എവിടെയാ പോയാ നമ്മൾ കഴിഞ്ഞ തവണ എവിടെയാ മറ്റേ ആമസോൺ വ്യൂ പോയിന്റിൽ പോയിട്ട് അവിടുന്ന് ഫോട്ടോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. കാരണം നിറച്ച ആൾക്കാരായിരുന്നു, നമുക്ക് ഫോട്ടോ എടുക്കാൻ കഴിയില്ല. അതെ നല്ല ഭംഗിയാ. ഇവിടെ നമുക്ക് നല്ല അതെ നമ്മളിപ്പോ ഇറങ്ങിയാലേ ചുരം ഇറങ്ങണം. അവിടെ നിറച്ച് ആന ഇറങ്ങും എന്നുള്ള അവരെന്നെ നമ്മളെ പേടിപ്പിക്കുന്ന ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പം നേരത്തെ ഇറങ്ങണം. ഇറങ്ങി കഴിഞ്ഞ പിന്നെ സമാധാനമായി. ഇപ്പൊ 3:30 കഴിഞ്ഞു. അപ്പം 4:30, 5:30, 6:00, 7:30 ഇതുപോലൊക്കെ ഞങ്ങളിപ്പോ ഞങ്ങളുടേതായിട്ടുള്ള ചെറിയൊരു വീഡിയോ ഇട്ടു. ഇതുപോലെ യാത്രകൾ ഒരുപാട് ചെയ്യുന്നവരുണ്ട്. യാത്രകളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ടൈം, ബാലൻസ്, പൈസ എല്ലാം നമുക്ക് സിമ്പിൾ ആയിട്ട് പോയി വരാവുന്നതായിട്ട്. സൺഡേ പിടിച്ചിട്ടുണ്ടെങ്കിൽ നന്ന രാവിലെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ 3-4 സ്ഥലം കിട്ടും. പോവാത്തവര് ഇതുപോലൊക്കെ ഒന്ന് ഒരു ദിവസം 1 ഡേ ട്രിപ്പ് ആയിട്ട് തന്നെ നമുക്ക് രാത്രി വീട്ടിലെത്തുന്ന രീതിയിൽ പോയി വരാം അല്ലേ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.